ഹലോ പ്രിയമുള്ളവരെ, എല്ലാവർക്കും ലൈഫ് ലോങ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പുതിയൊരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ വരവ്. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ദേശീയ നീന്തൽ താരത്തെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങളും നേട്ടങ്ങളുമെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ കടന്നു പോകും. അതിനിടയിൽ അദ്ദേഹം പ്രാക്ടീസ് കൊടുക്കുന്ന കുട്ടികളുമായിട്ടുള്ള ഒരു സെഷനും കൂടി വരാനുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ താരമാണ് റഫീഖ് കൊടക്കാടൻ. അദ്ദേഹത്തെ ആദരപൂർവ്വം ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റഫീഖ് കൊടക്കാടൻ, ദേശീയ നീന്തൽ താരം, നമ്മോടൊപ്പം ചേരുകയാണ്. നമുക്കറിയാം, നിത്യാഭ്യാസി ആനയെ എടുക്കും. നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെ, നിരന്തരമായിട്ടുള്ള ഇടപെടലിലൂടെ നിശ്ചയദാർഢ്യത്തിൻ്റെ പര്യായമായിട്ടാണ് റഫീഖ് എന്ന മലപ്പുറത്തുകാരൻ ദേശീയ നീന്തൽ താരമായിട്ട് മാറുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് അല്പം ചില ചോദ്യങ്ങൾ അദ്ദേഹത്തിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള അവസരം നൽകുകയാണ്. അതുകൊണ്ട് ആദ്യ ചോദ്യമായിട്ടുള്ളത്, സർ, എങ്ങനെയാണ് ഈ ഒരു നീന്തൽ എന്നുള്ള സംവിധാനത്തിലേക്ക്, അല്ലെങ്കിൽ നീന്തൽ എന്നുള്ള മേഖലയിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളതാണ് പറയേണ്ടത്. ഞാൻ ഈ നീന്തലിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞത് എൻ്റെ ഈ സ്കൂൾ ജീവിതത്തിലാണ്. SLCക്ക് പഠിക്കുമ്പോൾ അതുവരെ ഞാനൊരു സ്പോർട്സിൽ വളരെ താല്പര്യനായിരുന്നു. ഓട്ടത്തിലൊക്കെ ജില്ല വരെ പോയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഒരു അനുഭവം എന്തെന്ന് വെച്ചാൽ, ഞാൻ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇത് സ്കൂളിൽ നിന്ന് അനൗൺസ് ചെയ്തു, ഇങ്ങനെ നീന്തൽ മത്സരമുണ്ട്, ആരാ പങ്കെടുക്കാൻ, ആർക്കൊക്കെ താല്പര്യമുള്ളവർ എന്ന് പറഞ്ഞു. അതിൽ നീന്തൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ കുളത്തിൽ ഞങ്ങൾ നല്ലോണം നീന്തും. ഇത് എങ്ങനെയെന്നുള്ള 10ാം ക്ലാസ്സിൽ അത്ര ഒരു നീന്തൽ എന്തൊക്കെ എങ്ങനെയാന്നുള്ളത് ഞാനന്ന് പേര് കൊടുത്തില്ല. പേര് കൊടുക്കാതെ സ്പോർട്സിലൊക്കെ ഉണ്ട്, നീന്തലിൽ അന്ന് പേര് കൊടുത്തില്ല. ഞാനും നമ്മളെ ഈ കാര്യമുക്ക് ഭാഗത്തുള്ള ഒരു റഷീദും ഉണ്ട്. അയാൾ ഞങ്ങൾ സ്കൂൾ പഠിക്കണ കാലത്ത് മൂപ്പര് ഹൈ ജമ്പ്, ഞാൻ ലോങ് റൈസാണ്, 1500, 3000 ഓട്ടത്തിലും പങ്കെടുക്കാറുണ്ട്. ആദ്യം പേര് കൊടുത്തോലെ ഈ കുറി നോക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ സത്യത്തിൽ അന്ന് നിരാശയിൽ മടങ്ങുക, ഞാനും റഷീദും. നമുക്കൊരു അവസരം അന്ന് അതൊന്ന് സാറ് മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, ഇവരൊക്കെ ഇങ്ങനെ ആയിരിക്കും, ഇതേപോലെ പിന്നെ എന്തായാലും കുറെ ആളുകൾ പേര് കൊടുത്തതല്ലേ, ഫസ്റ്റ് ഗട്ടുമല്ലേ. അങ്ങനെ അങ്ങോട്ട് പോന്ന് ഞങ്ങൾ നിരാശരായി അന്ന് മടങ്ങി. പിന്നീട് അങ്ങോട്ട് നമുക്ക് സ്പോർട്സിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ളതിനെ കൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധ തിരിച്ചു. എങ്ങനെയാണ് നീന്തൽ, ഏതൊക്കെ ഇതിലെ ഐറ്റംസ്, ഇത് എങ്ങനെയാണ് ചെയ്യൽ. നമുക്ക് നീന്താൻ അറിയാമെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഐറ്റം നീന്തേ നമുക്കന്ന് അറിയുള്ളൂ. പിന്നെ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ പഠിച്ചു. ഒന്ന് ഫ്രീ സ്റ്റൈൽ, അത് നമ്മൾ എങ്ങനെ നീന്താം. നമുക്ക് 2 ബട്ടർഫ്ലൈ എന്ന് പറയും, അത് 2 കൈയും ഇങ്ങനെ ഇട്ടിട്ട്. പിന്നെ ഒന്ന് ബ്രസ്റ്റ് സ്ട്രോക്ക്, അത് തല ഇങ്ങനെ പൊങ്ങുക, താവുക, പോവുക. പിന്നെ ബാക്ക് സ്ട്രോക്ക്, ബാക്കിലേക്ക് നീന്തുക. ഇങ്ങനെ 4 ഐറ്റംസുകളാണ്. ഈ ഐറ്റംസുകൾ ഞാൻ പഠിച്ചു. ഞാൻ പിന്നീട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ താഴെയുള്ള പയ്യന്മാരെ ഇങ്ങനെയൊക്കെയാണ് നീന്തൽ എന്ന് പറഞ്ഞിട്ട് റോളിലേക്ക് വന്നു. പരിശീലകൻ്റെ ഒരു റോളിലേക്ക് ഞാനങ്ങ് മാറി. അത് ഈ നീന്തൽ നല്ല ഫാസ്റ്റ് വരുന്നത് എങ്ങനെയാ വെച്ചാൽ, നീന്തൽ നമ്മൾ തൊട്ട് കളിക്കും. അതായത് കളിയായിട്ട് ഒരാള് വെള്ളത്തിൽ കൂടെ നീന്തിയിട്ട് പോയി കണ്ടിട്ട് തൊടും. അപ്പം എന്താണ്, ഫാസ്റ്റ് വരും. രണ്ടാൾക്കും ഭയങ്കര മൂവിങ് ആയിരിക്കും. ഒരാൾ പിടിക്കാനും ഒരാൾ രക്ഷപ്പെടാനും. അപ്പം ഭയങ്കര വേറെ ഒന്നും, അതായത് അപ്പം നല്ല മൂവിങ് കിട്ടും. ഫ്രീ സ്റ്റൈൽ എല്ലാവർക്കും നല്ല വശമാണ്. ഓക്കെ, റഫീഖ് കാരിമുക്ക് ഇപ്പോൾ തൻ്റെ 10ാം ക്ലാസ് മുതലുള്ള ഒരു പഞ്ചായത്തിൽ തന്നെ ഒരു
മത്സര ഇനമാക്കിയിട്ട് നീന്തൽ മാറ്റുന്നത് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മുമ്പിൽ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഇനി നമുക്ക് അറിയേണ്ടത് അദ്ദേഹം പഞ്ചായത്തിൽ നിന്നും ജില്ലയിൽ നിന്നും വ്യത്യസ്തമായി പുറം ലോകത്തേക്ക് അറിയപ്പെട്ടത് എങ്ങനെയാണ്, ഏതെല്ലാം മത്സരത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത്, എന്തെല്ലാം ബഹുമതികളാണ് അദ്ദേഹം നേടിയത് എന്നതാണ്. അതിനെക്കുറിച്ചാണ് സാർ ഇനി ചോദിക്കുന്നത്. ഏതെല്ലാം മത്സരത്തിലാണ് പിന്നീട് പങ്കെടുത്തത്, പിന്നീട് എന്തെല്ലാം ബഹുമതികളാണ് താങ്കൾ നേടിയത് എന്നതാണ്. മത്സരങ്ങളൊക്കെ തുടങ്ങിയത് കേരളോത്സവ മത്സരങ്ങളിലാണ് തുടങ്ങി വെച്ചത്. അത് കഴിഞ്ഞ് ഞാൻ മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട്, അതിലാണ് എനിക്ക് കണ്ട ബഹുമതികളൊക്കെ എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്. അത് 2012 അതിൻ്റെ ജില്ലാ മീറ്റ് മലപ്പുറത്ത് വെച്ച് നടന്നു. അതിന് ഫുള്ള് ഫസ്റ്റ് അടിച്ചു. സ്റ്റേറ്റ് മീറ്റ് കോട്ടയത്ത് വെച്ച് നടന്ന് അതിനും 3 ഐറ്റത്തിൽ ഫസ്റ്റ് അടിച്ചു. അതിൻ്റെ നാഷണൽ മീറ്റ് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ വെച്ചായിരുന്നു. ഭോപ്പാലിൽ വെച്ച് എനിക്ക് 3 ഐറ്റത്തിൽ പങ്കെടുത്തിരുന്നു. ബട്ടർഫ്ലൈ ഇനത്തിൽ എനിക്ക് 2ാം സ്ഥാനം, വെള്ളി മെഡലും കിട്ടി. അതിൻ്റെ സർട്ടിഫിക്കറ്റാണിത്. ദേശീയ തലത്തിൽ ബട്ടർഫ്ലൈ ഇനത്തിൽ കേരളത്തിന് വേണ്ടിയിട്ട് 2012 ഇത് സമയത്തെ കുറിച്ചാണ് ഇവിടെ സമയം 41 സെക്കൻഡ്. അന്ന് 43 സെക്കൻഡാണ്. മത്സരത്തിന് മാസ്റ്റേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കാൻ തന്നെ ഇങ്ങനെ ഒരു മത്സരം ഉണ്ട് എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ കോച്ച് എന്ന് പറയുന്ന കൃഷ്ണൻകുട്ടി സാറ്, അത് കൃഷ്ണൻകുട്ടി സാറാണ് എനിക്ക് ഈ ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ എനിക്ക് ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അദ്ദേഹം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ മുൻപ് പറഞ്ഞു കഴിഞ്ഞല്ലോ, പൈക്ക എന്നുള്ള ചാമ്പ്യൻഷിപ്പ്, ഈ കൃഷ്ണൻകുട്ടി സാറ് സ്പോർട്സ് കൗൺസിലിൻ്റെ കോച്ചായിരുന്നു, സ്വിമ്മിങ് കോച്ചായിരുന്നു. 2018 സ്റ്റേറ്റ് ലെവലിലൊക്കെ ഫസ്റ്റ് പ്രൈസ് വന്നു. ഈ ബട്ടർഫ്ലൈ, ബ്രസ്റ്റ് സ്ട്രോക്ക്, ഫ്രീ സ്റ്റൈല്. ഇതിൽ സ്റ്റേറ്റിൽ നാഷണൽ ലെവലിൽ റിലേ ഇനത്തിൽ സെക്കൻഡ് വന്നു. 400 മീറ്റർ ഫ്രീ സ്റ്റൈൽ റിലേയിലും. പിന്നെ 50 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്കിൽ സെക്കൻഡ് പ്രൈസ് വന്നു. പിന്നെ 400 മീറ്റർ മിഡിലെ റിലേ അതിൽ സെക്കൻഡ് വന്ന് 3 മെഡലുകൾ 2018 കിട്ടിയിട്ടുണ്ട്. നാഷണൽ ഇങ്ങനെ ഒരു കാര്യങ്ങളില് പങ്കാളിത്തം തന്നെ വലിയൊരു ഘടകമാണ്. കാരണം ഒരു സംസ്ഥാനത്തിന് വേണ്ടി പങ്കെടുക്കുക, അതിൽ കൂടുതൽ സമയം ചെലവഴിക്കുക, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക, അതും തുടർച്ചയായ വർഷങ്ങൾ പങ്കെടുക്കുക. ഏതൊരു പ്ലെയർ ആണെങ്കിൽ ചിലപ്പോൾ ചില വർഷങ്ങൾ ഡിമ്മ് വരാൻ സാധ്യത. അതൊന്നും ഇല്ലാതെ 2010 മുതൽ ഏകദേശം ഒരു 10 വർഷത്തോളം കാലം സജീവമായിട്ടുള്ള ഒരു പങ്കാളിത്തം റഫീഖിന് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു അഭിനന്ദനം. ഒരു സ്വിമ്മിംഗ് വില്ലേജ്, നീന്തൽ ഗ്രാമം, അത് മലപ്പുറം ജില്ലയിലെ സ്വിമ്മിംഗ് ഗ്രാമം എന്ന് പറഞ്ഞത് കാരിമുക്ക് തന്നെയാണ്. ജില്ലാ ലെവലിൽ നമ്മൾ തന്നെ കാരിമുക്കിനെ പേടിയാ. അതായത് കാരിമുക്ക് ഉണ്ടെങ്കിൽ മറ്റ് ഉള്ള ആളുകൾക്ക് അതിലൊക്കെ റഫീഖിന്റെ ഒരു ദീർഘവീക്ഷണത്തെ ഞാൻ കാണുകയാണ്. കാരണം അന്ന് പഞ്ചായത്തിൽ നിന്ന് നേടിയെടുത്ത ഒരു അവകാശത്തെ അന്ന് ഞാനത് എന്താ പക്ഷെ പലപ്പോഴും പലർക്കും എന്തൊരു കാര്യത്തെ നമ്മൾ പോസിറ്റീവായിട്ട് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ആദ്യം സാധിക്കില്ല. അതിന്റെ എന്താ ഒരാളല്ല, സെൽഫായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ശരി എന്താണോ അത് എന്റെ ശരി, നിങ്ങളത് എന്താ എന്നുള്ളത് അതാണ് എന്റെ ഒരു മനോഭാവം. എനിക്ക് എന്റെ ശരി, എനിക്ക് തോന്നുന്ന ശരി എന്റെ ശരി, അത് എന്റെ മനോഭാവം. നിങ്ങൾക്ക് എന്താണ് നോക്കേണ്ട കാര്യമില്ല. അതെ അതെ, അവരുടെ ജോലി അത്. അതെ അതെ. ഒട്ടനവധി പുരസ്കാരങ്ങൾ നമുക്ക് ഇതുമായി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് കിട്ടിയതാണ് ഈ കാണുന്നത്. പിന്നെ ഇതൊക്കെ നമ്മളെ അനിയനും നല്ലൊരു സ്വിമ്മറാണ്. മൂപ്പര് അനിയന് കിട്ടിയ ഉപഹാരങ്ങളാണ് ഈ കാണുന്നത്.
നമ്മൾ വീട്ടിൽ നിന്ന് സംസാരിച്ചല്ലോ, ആ കുളമാണത്. നമ്മൾ വലിയ കുളം എന്ന് പറയുന്ന ഒരു ചെറിയ കുളം. വളരെ നല്ലൊരു അഭ്യാസമാണ്, നല്ലൊരു എക്സസൈസ് ആണ്. നല്ല ഹെൽത്തി, നല്ല ഊർജം ഒക്കെ നല്ല ഉണ്ടാകുന്ന ഒരു ഇനാണ് ഈ നീന്തൽ. നമ്മൾ ഈ നീന്തലിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി, ഒരു ചെറിയ കുട്ടീനെ നമ്മൾ ആദ്യമായിട്ട് സ്വിമ്മിങ്ങിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് പേടി പാടില്ല. ആദ്യം വള്ളത്തിനെ പരിചയപ്പെടുത്തുക. വള്ളത്തിനെ നമ്മൾ പതുക്കെ വെള്ളത്തിൽ അവരെ വെച്ചിട്ട് ഇങ്ങനെ നടത്തുക. അവര് മൈൻഡിലുമില്ല. ഫസ്റ്റ് ഇതേളി ഇത്ര മാത്രം കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. അവര് വള്ളത്തിനെ ഒന്നും അങ്ങോട്ട് പരിചയപ്പെടുക. വള്ളത്തിൽ ഒരു, അതായത് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ, ഫസ്റ്റായിട്ട് നമ്മൾ നീന്തലിന് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ വള്ളത്തേക്ക് പിടിച്ചത് പേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ഭയമായിരിക്കും. ഇപ്പോൾ ഇവനിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. ഈ നടത്താൻ നമ്മൾ ഫസ്റ്റ് പിടിച്ചിട്ട കുട്ടികൾക്ക് കിട്ടില്ല. വളരെ നോർമലാണ്. നോർമലായിട്ട് വള്ളത്തിൽ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ ശരിക്ക് സ്വിമ്മിങ്ങിന്റെ ഇതിൽ പറയണത് എന്താ വെച്ചാൽ അരക്ക് വെള്ളം വരും, അവർക്ക് മരിക്കാൻ ഈ കുളം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ മൊത്തം നീന്തൽ ഇവിടെയുള്ള ഒട്ടുമിക്ക ആളുകൾ ഫുള്ള് നീന്തൽ പഠിച്ചിട്ടുണ്ട്. ഇതിലേക്ക് പുറത്തുനിന്ന് ഒട്ടനവധി ആളുകൾ ഈ കുളത്തിലേക്ക് വരാറുണ്ട്. ഇപ്പം വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേക വെള്ളത്തിലുണ്ട്.